ടേസ്റ്റെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. സോ ഈ ഒരു വീഡിയോ മുഴുവനായി കാണുകയും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി മുമ്പോട്ട് പോകുന്നു. The Appliance is an AI cooking assistant that offers a diverse range of recipes, effortless rice cooking, easy preparation of dough and dosa batter, and etc. Dear friends, ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത് ചിക്കൻ വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നിങ്ങൾ കാണാനായിട്ടൊന്ന് ശ്രമിക്കണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ് കൂടെ ഉണ്ട്. പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസും കൂടെ കാണാനായിട്ട് ഒന്ന് ശ്രമിക്കണം. അതായത് ഒന്നും അറിയാത്തൊരു പാചകത്തെക്കുറിച്ച് ABCD അറിയാത്ത ഒരാൾ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ഈ വീഡിയോയിൽ മുഴുനീളം കാണാനായിട്ടുള്ളത്. ഒരുപാട് ഡിഷസ് ഇതിനകത്തുണ്ട്. മുമ്പോട്ട് പോകുന്തോറും ഓരോ ഡിഷസ് നമുക്ക് ഉണ്ടാക്കി നിങ്ങളുടെ മുമ്പിലേക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. കുറച്ച് ദിവസത്തെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളൂ പാചകത്തിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിൽ. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാനോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആദ്യം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ അറിയാനോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ചിക്കൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ സ്റ്റൂ ആണ്, ചിക്കൻ്റെ ഒരു സ്റ്റൂ ആണ് ട്രൈ ചെയ്യാനായിട്ട്. അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ട്. ചിക്കൻ സ്റ്റൂ, കേരള ചിക്കൻ സ്റ്റൂ ആണ് ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ 2 പേർക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഓൾറെഡി നമുക്കുള്ളത്. 2 എന്നുള്ളത് നമുക്ക് 3 ആക്കി കൊടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ലിസ്റ്റ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ 2 ലാർജ് സ്പൂൺ, ഗ്രാമ്പു 2 എണ്ണം, കറുകപ്പട്ട. ഇതൊക്കെ ഞാൻ വളരെ കുറച്ചായിട്ട് ഇടണം. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ എന്താ പറയണ്ടേ, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊക്കെ ഇതിൻ്റെ അളവൊക്കെ കൂടുതൽ ഇടണം. പക്ഷേ നമുക്ക് കേരളത്തിൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമോ എനിക്കറിയില്ല. ഞാൻ വളരെ കുറച്ചാണ് യൂസ് ചെയ്യുന്നുള്ളതെല്ലാം. ഇതൊക്കെ കറക്റ്റായിട്ട് ഈ അളവ് തന്നെയാണ് ഇട്ടത്. ഗ്രാമ്പു, കറുകപ്പട്ട ചെറിയൊരു പീസാണ് ഇട്ടത്. ഗ്രീൻ ചില്ലി 1 എണ്ണം ഇട്ടു. വെളുത്തുള്ളി 10 എണ്ണത്തിൽ ഞാനൊരു വലുത് ഒരു 3 ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. അതേപോലെ ഇഞ്ചി 5 ഗ്രാം എടുത്തിട്ടുണ്ട്. ഒണിയൻ 120 ഗ്രാം തന്നെയാണ്. ക്യാരറ്റും കറക്റ്റ് അളവാണ്, 80 ഗ്രാം വേണം. ഉരുളക്കിഴങ്ങ് 80 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. കറിവേപ്പില 2 ഇല എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറി കട്ട് വാഷ് ചെയ്തത് 300 ഗ്രാം. കോക്കനട്ട് മിൽക്ക് 200 ഗ്രാം. പിന്നെ മൈദ ഒരു 10 ഗ്രാം വേണം. വെള്ളം 150 ഗ്രാം. അത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. കുറക്കും തോറും ഒന്ന് തിക്കാവും കറി. പിന്നെ സോൾട്ട് 3 സ്മോൾ സ്പൂണാണ്. പിന്നെ നമുക്ക് ലാസ്റ്റ് സ്റ്റേജിൽ നമുക്കത് കൂടുതൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ കുരുമുളക്, പിന്നെ ഏലക്ക, കൊറിയാണ്ടർ ലീവ്സ് ഞാനങ്ങനെ പൊതുവേ അധികം ഉപയോഗിക്കാത്ത ഒരാളാണ്. ആഡ് ചെയ്യണമെന്നുള്ളവർക്ക് ആഡ് ചെയ്യാം. ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് പോകാം. നമ്മളിപ്പോൾ അതുപോലെ തന്നെ സ്ക്രീനിൽ സെർച്ച് ചെയ്തെടുക്കണം ചിക്കൻ സ്റ്റൂ എന്നും പറഞ്ഞിട്ട്. നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ്റെ ഒരുപാട് ഐറ്റം ഉണ്ട്. നമ്മളിന്ന് കേരള ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഡിസ്പ്ലേയിൽ തെളിഞ്ഞു വരും. അതിനുശേഷം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കി അളന്ന് തൂക്കിയൊക്കെ നമുക്ക് എടുത്തു വെക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ സെക്ഷൻ കോക്കനട്ട് ഓയിൽ 2 ലാർജ് സ്പൂണ് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യാറ്. അത് 2 ലാർജ് സ്പൂണിനൊക്കെ അളവുകളുണ്ട്. ലാർജ്, മീഡിയം, സ്മോൾ എന്നും പറഞ്ഞിട്ട് അളവുകളുണ്ട്. അപ്പോൾ നമ്മൾ ആ കറക്റ്റ് അളവിൽ കുറച്ച് കൂടിയാലും കുറഞ്ഞാലൊന്നും വിഷയമില്ല. പിന്നെ ഓൾക്കൊരു ടേസ്റ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കോക്കനട്ട് ഓയിൽ 2 ലാർജ് സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഗ്രാമ്പു 2 എണ്ണം ആഡ് ചെയ്ത് കൊടുത്തു. ശേഷം കറുകപ്പട്ട ചെറിയ 2-3 പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ മതി. സ്ക്രീൻ സ്ക്രോൾ ചെയ്ത് പോയാൽ മതി.
അപ്പോൾ 2.5 മിനിറ്റ് വേണം ഇതൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് നോക്കിയിട്ട് ഒന്ന് പുറത്തൊക്കെ നടന്നിട്ടോ അല്ലെങ്കിൽ വെള്ളം കുടിച്ചിട്ടോ ഒന്ന് കറങ്ങി തിരിഞ്ഞൊക്കെ വന്നാൽ മതി. ഇതിൻ്റെ ടൈം ഔട്ട് ആയി കഴിയുമ്പോഴത്തേക്കും ആ പ്രിപ്പറേഷൻ ആയി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തൊരു നോട്ടിഫിക്കേഷൻ വരും. അതുകൂടാതെ അതിൽ ഒച്ച വരും, ഒരു ട്യൂൺ വരും, ഇതുപോലെ തീർന്നു എന്നും പറഞ്ഞിട്ട് ഒരു ട്യൂൺ വരുമ്പോൾ നമുക്ക് ആ സമയത്ത് നമുക്ക് വന്നാൽ മതി. ആ സമയത്ത് നമുക്ക് വന്നിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് അവിടെ നിന്ന് അങ്ങ് കടന്നു പോയാൽ മതി. അപ്പോൾ ഈ കൗണ്ട് ഡൗൺ ഒന്നും നമ്മൾ നോക്കിയിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ടൈം സ്റ്റൗവിലൊക്കെ നോക്കിയിരുന്ന പോലെ വാടുന്നത് വരെ നോക്കിയിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ആദ്യമേ ഗ്രീൻ ചില്ലി ഒരെണ്ണം ആഡ് ചെയ്ത് കൊടുത്തു, വെളുത്തുള്ളി 2 അല്ലി ആഡ് ചെയ്ത് കൊടുത്തു, ജിഞ്ചർ വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുത്തു, പിന്നെ ഓണിയൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഞാൻ എല്ലാം സെറ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ സവാള ഞാൻ ആ ഒരു കപ്പിലുള്ളത് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്കത് ക്ലോസ് ചെയ്ത് അത് ലിഡ് അടച്ച് ക്യാപ്പൊക്കെ അടച്ചതിന് ശേഷം, ലിഡ് അടച്ചാൽ മാത്രമേ സിസ്റ്റം വർക്ക് ആവത്തുള്ളൂ കേട്ടോ. അത് കറക്റ്റ് ലോക്കായെങ്കിൽ മാത്രമാണ് അതിലേക്ക് ലൈൻ സപ്ലൈ വരത്തുള്ളൂ. ഇതിപ്പോൾ കട്ടിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സവാള ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നതിന് കുറച്ച് അതിൻ്റെ പണി കുറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കട്ട് ചെയ്തിട്ട് കൊടുത്തത്. അപ്പോൾ കട്ട് ചെയ്തിട്ട് കൊടുത്തപ്പോഴത്തേക്ക് ഇപ്പോൾ അത് കട്ടിംഗ് ആണ് നടക്കണം. അപ്പോൾ ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും സൈഡിലേക്കൊക്കെ മുഴുവൻ ഇങ്ങനെ തെറിച്ച്. അതായത് ഇത് നമ്മൾ ഇതേപോലൊരു പ്രിപ്പറേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ മിക്സിയിൽ കൊണ്ടുപോയിട്ട് അടിച്ച് തിരിച്ച് ഇവിടെ കൊണ്ടിട്ട്, അപ്പോൾ നമുക്കൊരു എന്താ പറയണ്ട, പല സ്ഥലത്ത് പോയി പലത് ചെയ്യുന്നത് ഒറ്റ ഡിവൈസിലാകും എന്നുള്ളൊരു ഗുണം ഇതിനകത്തുണ്ട്. സത്യം പറഞ്ഞ ABCD അറിയില്ല കേട്ടോ പാചകത്തിൻ്റെ. പപ്പടം കാച്ചാനും ഓംലേറ്റ് ഒക്കെ ആക്കാനാണ് മെജോറിറ്റി ആളുകൾക്കും അറിയത്തുള്ളൂ. അപ്പോൾ അത് എല്ലാവരും ഭക്ഷണപ്രിയരാണല്ലോ. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡിഷൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് കണ്ടപ്പോൾ ധൈര്യ സമേതം ഞാൻ മേടിച്ചത്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സൈഡിൽ പറ്റി പിടിച്ചതൊക്കെ നമ്മൾ അതിനകത്തേക്ക് നമ്മൾ താഴത്തോട്ടൊന്ന് ലോഡ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഉള്ളി വാടാനായിട്ടുള്ള സമയം കൊടുക്കണം. അത് 6 മിനിറ്റ് അടുത്ത് എടുക്കും. 6 മിനിറ്റ് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അടുത്ത കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, അതേപോലെ കറിവേപ്പില, ഇതൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കാനായിട്ട് ഓൾറെഡി ലെഫ്റ്റ് സൈഡിൽ സ്ക്രീന് വന്നിട്ടുണ്ട്. അപ്പോൾ 3 സെക്കൻഡ്, 2 സെക്കൻഡ്, 1 സെക്കൻഡ് ആ പ്രിപ്പറേഷൻ അവിടെ കഴിഞ്ഞു. അപ്പോൾ ആ ഒച്ച വരും, നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ ആ സമയത്ത് വന്നിട്ട് സവാള നല്ല രീതിയിൽ നമ്മളൊരു എന്താ പറയണ്ട, ഒരു വീഡിയോയിലൊക്കെ പറയുന്നേക്കാം തവിട്ട് കളറാവുന്നവരെയൊക്കെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് അത് നോക്കിയിട്ട് ഈ വാടിയത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടെ റീറൺ കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടിയൊക്കെ നമുക്ക് റീറൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇപ്പം ചെയ്ത പ്രോസസ്സ് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അതുകൂടാതെ നമുക്കിതിൽ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കാം കേട്ടോ. ഇനിയും ഒരു 6 മിനിറ്റ് എടുക്കും അതൊന്ന് വരണ്ട് വരാനായിട്ട്, അതൊന്ന് വാടി വരാനായിട്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടെ പോയിട്ട് പിന്നെയും ആ സമയമാകുമ്പോൾ കറങ്ങി തിരിഞ്ഞ് വന്നാൽ മതി. കറങ്ങി തിരിഞ്ഞ് വന്നിട്ട് ഇപ്പം നല്ല തവിട്ട് കളറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് നമുക്കൊരു 80 ഗ്രാം ഉണ്ട്. അത് ചെറുതായിട്ടോ മീഡിയോ വട്ടത്തിലോ നീളത്തിലോ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ തന്നെ ചെയ്യുന്നതല്ല, അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നീളത്തിലോ ഒന്നും അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ഒരു തവണ ഇതുണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്കൊരു ഐഡിയ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ആ വെയിറ്റ് കൂടുതൽ കാണിക്കുന്നത് ആ ഡബ്ബയുടെ വെയിറ്റ് ആട്ടോ. അതിനുശേഷം പിന്നെ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് കറിവേപ്പില 2 തണ്ട് എടുത്തിട്ടുണ്ട്. അത് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതിന് 7 മിനിറ്റ് ഉണ്ട്. വെജിറ്റബിൾ ഒന്ന് വാടി വരാനായിട്ട്, ഈ ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വാടി വരാനായിട്ട് 7 മിനിറ്റ് നമുക്ക് കൊടുക്കണം. അത് റീറൺ ചെയ്യണമെന്നില്ല കേട്ടോ. അത് കാരണം ഇനിയിപ്പോൾ കുറേ നേരം അത് വേവിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ അത് വെന്ത് പൊക്കോളും. അപ്പോൾ 4 മിനിറ്റ് 4:55 അങ്ങനെ ടൈം കൗണ്ട് ഡൗൺ വരും. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പോയി ആ സമയത്ത് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം. ഇപ്പോഴത്തെ ട്രെൻഡ് മൊബൈൽ നോക്കിയിരിക്കുക, അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. ഇല്ലെങ്കിൽ TV കാണാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഞാൻ വീണ്ടും വന്നിട്ട് ഇനിയിപ്പോൾ അതിനകത്തോട്ട് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട് കേട്ടോ. അത്ര വലിയ റിസ്ക്കോ കാര്യങ്ങളൊന്നുമില്ല. പാചകത്തിൻ്റെ ABCD ഒന്നും അറിയാത്ത ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് ഡിഷസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. ചെറിയ പീസായിട്ട് കറിക്കട്ടിലും ഇത്തിരി കൂടെ താഴെയായിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചത്. 300 ഗ്രാം ഉണ്ട്. അത് തൂക്കിയാണ് വെച്ചിരിക്കുന്നത്.
അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഫൈനൽ സ്റ്റേജാണ്. കോക്കനട്ട് മിൽക്ക് 200 ഗ്രാം നമുക്ക് വേണം. തേങ്ങാപ്പാൽ 200 ഗ്രാം വേണം. അത് നമ്മൾ 2 ചെറിയ ഡബ്ബയിലായിട്ട് അളന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രാമും തൂക്കമൊക്കെ കറക്റ്റായിട്ട് അറിയാവുന്നതുകൊണ്ട് യാതൊരുവിധ ടെൻഷനും നമുക്ക് ഇല്ല. വളരെ എൻജോയ് ചെയ്ത് കുക്ക് ചെയ്യാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ തേങ്ങാപ്പാൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം മൈദ നമ്മൾ കുറച്ചെടുത്തിട്ടുണ്ട്, ഒരു 10 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. കറക്റ്റ് അളവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഫുഡും അങ്ങനെ അധികം വേസ്റ്റൊന്നും വരത്തില്ല, കൊണ്ട് കളയേണ്ട ആവശ്യങ്ങൾ വരില്ല. കറക്റ്റ് അളവിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ വെള്ളം 150 ഗ്രാമോളം നമുക്ക് വേണം. പക്ഷേ ഞാൻ അത്ര എടുത്തില്ല. ഞങ്ങൾ കുറച്ച് പേരല്ലേ ഉള്ളൂ, 2-3 പേർക്ക് കഴിക്കാനായിട്ട് ഒരുപാട് വെള്ളമൊന്നും കൂട്ടി ഗ്രേവി ഉണ്ടാക്കണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് വെള്ളം കുറച്ചാണ് എടുത്തത്. അപ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ട് ഇരുന്നോളും. അപ്പോൾ വെള്ളം അളന്നൊഴിച്ചു. അതിനുശേഷം ഇനി പ്രിപ്പറേഷൻ്റെ ലാസ്റ്റ് ഇനിയിപ്പോൾ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. 3 സ്മോൾ സ്പൂൺ ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഓൾറെഡി നമ്മുടെ ജാറിനകത്ത് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് കുരുമുളകും ഏലക്കയും കുറച്ച്, ഇപ്പോൾ അതിൻ്റെ അളവ് കറക്റ്റായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഏലക്ക 4 എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളൂ. കുരുമുളക് ചെറുതൊരു 5-6 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം, ഒന്ന് ഇടിച്ച് ചതച്ചിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി 35 മിനിറ്റ് വേണം അത് പ്രിപ്പയർ ചെയ്ത് ഫൈനൽ നമ്മുടെ സെർവിങ് ബോളിലേക്ക് മാറ്റാനായിട്ട് 35 മിനിറ്റ് വേണം. നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് കൊടുക്കാം. ഈ 35 മിനിറ്റ് നമുക്ക് TV കാണാം, യൂട്യൂബ് കാണാം, ഫേസ്ബുക്ക് നോക്കാം, വാട്സപ്പ് നോക്കാം. അതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡുകളല്ലോ. അപ്പോൾ ആ കാര്യത്തിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ 35 മിനിറ്റ് വേണം. അപ്പോൾ ആ ടൈം ആകുമ്പോൾ നമുക്ക് വന്നാൽ മതി. ആ സമയം വരെ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കി മുമ്പോട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ ഇനി 7 മിനിറ്റ് ഉണ്ട് ഇത് കുക്കാവാനായിട്ട്, റെഡിയായി വരാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ ഇതൊക്കെ പൊക്കി നോക്കും കേട്ടോ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് വന്നിട്ട് ആയോ എന്ന് പറഞ്ഞിട്ട് നോക്കും, ഒരു ക്യൂരിയോസിറ്റി. അപ്പോൾ ഏകദേശം നമ്മുടെ ഡിഷ് കേരള ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലും ഉണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്. സാധനമൊക്കെ അടിപൊളിയാണ് എന്തായാലും. അപ്പം ഞാൻ വളരെ ഹാപ്പിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര നല്ല രീതിയിൽ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് സന്തോഷവാനാണ്. കാരണം നമുക്ക് എന്താ പറയണത്, പാചകം അറിയാത്ത ആളുകൾ, മാറി താമസിക്കുന്ന ആളുകൾ, കുട്ടികൾ, അന്യ സ്ഥലത്തേക്ക് പഠിക്കാൻ പോകുന്ന ആളുകൾക്ക്, അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഭയങ്കര കൺസേൺ. ഇത് നമുക്ക് കാറിൽ കൊണ്ടുപോയിട്ടും ഈസി ആയിട്ട് ഇപ്പോൾ എന്താ പറയണത്, ഒരു ലോഡ്ജിൽ പോയാലും 5 ആംസിൻ്റെ പ്ലഗ്സ് മതി. അതായത് പവർ പ്ലഗ് ഒന്നും വേണ്ട. നമ്മൾ ഓവൻ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ അങ്ങനെ യൂസ് ചെയ്യുന്നതൊന്നും നമുക്ക് ആവശ്യമില്ല. ഒരു ബാഗിനകത്താക്കി കൊണ്ടുപോയാൽ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് വെച്ച് കുക്ക് ചെയ്ത് കഴിക്കാവുന്ന ഒരു അഡ്വാൻറ്റേജ് ഇതുണ്ട്. ഈ ലണ്ടനിലേക്ക് പോകുന്ന ആളുകളുണ്ട്, കുട്ടികളൊക്കെ പഠിക്കാൻ പോകുന്നുണ്ട്, ഹോസ്റ്റലിൽ പഠിക്കാൻ പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുക്ക് ചെയ്തിട്ട് ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ മല്ലിയില ഡെക്കറേഷന് വേണ്ടി വെക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നോക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ റെസിപ്പി റെഡിയാണ്. നമുക്കിനി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാനിന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത് പൊറോട്ട, ഇടിയപ്പം, പിന്നെ ഇതിനകത്ത് ചിക്കൻ്റെ കറി കട്ടാക്കിയപ്പോഴത്തേക്കും 2 കാല് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ചിക്കൻ അത് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇന്ന് കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അതേപോലെ തുടർന്നും സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് മുഴുവനൊക്കെ ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ പൊറോട്ട, ഇടിയപ്പം, ചിക്കൻ ഫ്രൈ എല്ലാം സെറ്റാണ്. അപ്പോൾ ടേസ്റ്റ് ചെയ്തോട്ടെ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ്. ജെന്യുവനായിട്ടുള്ള ആൻസറാണ്. എനിവേ, ഓൾ ദി ബെസ്റ്റ്.